ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നദിക്കരികിലൂടെ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്നാണ് അയാൾ ഒരു കല്ലിൽ തട്ടി വീണത്. ഭാഗ്യത്തിന് അയാൾ നദിയിലേക്ക് വീഴാതെ നദിക്കരയിലാണ് വീണത്. പക്ഷേ നിലത്ത് നിന്ന് എഴുന്നേറ്റ അയാൾ തന്റെ കാലിൽ പറ്റിയ മുറിവും വസ്ത്രങ്ങളിൽ പറ്റിയ അഴുക്കും കൊണ്ട് ആകെ കോപപരവശനായി. ആരാണ് ഇതുപോലെ വഴിയിൽ കല്ലുകൊണ്ടിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കല്ലിനെ ശപിച്ച് ദേഷ്യത്തോടെ അയാൾ യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോൾ മറ്റൊരു യാത്രക്കാരൻ അതേ വഴിയിലൂടെ കടന്നു വന്നു. യാത്രയിൽ ഏറെ ക്ഷീണിതനായിരുന്ന അയാൾ ആ കല്ല് കണ്ടപ്പോൾ ഏറെ ആശ്വസിച്ചു. എവിടെയാണ് ഒന്നിരുന്ന് വിശ്രമിക്കുക എന്ന ചിന്തയിൽ വന്ന അയാൾക്ക് ആ കല്ല് നല്ലൊരു ഇരിപ്പിടമായി. അയാൾ ആ കല്ലിലിരുന്ന് നദിയുടെ മനോഹാരിതയും ആമ്പൽ പൂക്കളുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറെ സമയം ചെലവഴിച്ചു. പോകാൻ നേരം കല്ലിന് ചുറ്റുമുള്ള ചെടികളെയും പൂക്കളെയും തഴുകി മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞ് അയാളും യാത്രയായി. ഒരേ കല്ലാണ് രണ്ടു പേർക്കും വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിച്ചത്. പക്ഷേ അത് കല്ലിന്റെ പ്രത്യേകതയായിരുന്നില്ല, മറിച്ച് യാത്രക്കാരുടെ മനോഭാവമാണ് അവരുടെ ഉള്ളിലെ വികാരങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. മുൻപിലുള്ള കല്ലുകൾ തടസ്സമാണോ അതോ ആശ്വാസത്തിന്റെ ഇടമാണോ എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. പ്രശസ്ത റേഡിയോ സുവിശേഷകനായ ചാൾസ് സിൻഡോൾ പറയുന്ന കാര്യം ഏറെ പ്രശസ്തമാണ്. ജീവിതത്തിലെ 10% കാര്യങ്ങൾ സംഭവങ്ങളാണ്, ബാക്കിയുള്ള 90% കാര്യങ്ങളും നമ്മുടെ പ്രതികരണങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം ക്ഷണിക്കാതെ കടന്നു വരുന്ന ആ 10% കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്കൊരിക്കലും കഴിയില്ല. എന്നാൽ ബാക്കിയുള്ള 90% പ്രതികരണങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് റോമർ 8:28 പറയുന്നു. ദൈവമെല്ലാം നല്ലതായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. പക്ഷെ നമ്മുടെ പ്രതികരണങ്ങളാണ് അവയെ നല്ലതാക്കണോ മോശമാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. പ്രതിസന്ധികളും വിഷമതകളും ഒക്കെ നേരിടുമ്പോൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായും നല്ല രീതിയിൽ അവയോട് പ്രതികരിക്കാൻ സാധിക്കും. എന്നാൽ ക്ഷമയില്ലാതെ, ആലോചനയില്ലാതെ പ്രതികരിക്കുന്നവർ എല്ലാ സംഭവങ്ങളെയും വിഷമകരമാക്കി തീർക്കും. നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാക്കി തീർക്കാം. ക്ഷമയോടും ആലോചനകളോടെയുമുള്ള നല്ല പ്രതികരണങ്ങളാൽ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളുടെയും സൗന്ദര്യം കാണുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി. നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്റെ ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്റെ ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയും